വടകര MDMA കേസിൽ ഒരു അധ്യാപിക കൂടി അറസ്റ്റിൽ. പേരാമ്പ്ര BRCയിലെ നീഷ്മയെ പോലീസ് പൊക്കി. കേസിൽ ഇതുവരെ 3 അധ്യാപികമാർ പിടിയിൽ. പ്രതികളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഒഴുകിയെത്തിയത് ലക്ഷക്കണക്കിന് രൂപ. കേരളത്തെ ആകെ ഞെട്ടിച്ച വടകര MDMA ലഹരിക്കടത്ത് കേസിൽ അന്വേഷണം കൂടുതൽ അധ്യാപകരിലേക്ക് വ്യാപിപ്പിച്ച പോലീസ്. സംഭവവുമായി ബന്ധപ്പെട്ട് പേരാമ്പ്ര BRCയിലെ താൽക്കാലിക അധ്യാപികയായ ആവള കുട്ടോത്ത് സ്വദേശി നീഷ്മയെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതോടെ കേസിൽ പിടിയിലായ അധ്യാപികമാരുടെ എണ്ണം 3ആയി ഉയർന്നിരിക്കുകയാണ്. മുൻപ് അറസ്റ്റിലായ KC കീർത്തന, K കാവ്യ എന്നിവർക്ക് പുറമെയാണ് ഇപ്പോൾ നീഷ്മയും പോലീസ് വലയിലായിരിക്കുന്നത്. അറസ്റ്റിലായ 3 അധ്യാപികമാരും ലഹരിമരുന്ന് പതിവായി ഉപയോഗിക്കുന്നവരാണെന്നും ഇവർക്ക് ലഹരിക്കടത്ത് ശൃംഖലയുമായി അടുത്ത ബന്ധമുണ്ടെന്നും പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. നീഷ്മയുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും സംശയകരമായ രീതിയിൽ വലിയ തുകകൾ എത്തിയതായി കണ്ടെത്തിയിട്ടുണ്ട്. നേരത്തെ പിടിയിലായ കീർത്തനയെയും കാവ്യയെയും ഒന്നിച്ചിരുത്തി വിശദമായി ചോദ്യം ചെയ്തതോടെയാണ് കേസിലെ നിർണായക വിവരങ്ങളും മറ്റ് പങ്കാളികളെക്കുറിച്ചുള്ള സൂചനകളും പോലീസിന് ലഭിച്ചത്. പ്രതികളുടെ സാമ്പത്തിക ഇടപാടുകളും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും കേന്ദ്രീകരിച്ചാണ് നിലവിൽ അന്വേഷണ സംഘം പരിശോധന ശക്തമാക്കിയിരിക്കുന്നത്. വളരെ കുറഞ്ഞ കാലയളവിനുള്ളിൽ അധ്യാപികമാരുടെ അക്കൗണ്ടുകളിലേക്ക് ലക്ഷക്കണക്കിന് രൂപ ഒഴുകിയെത്തിയെന്നാണ് പോലീസ് കണ്ടെത്തൽ. ഒരു വർഷത്തിനിടെ കീർത്തനയുടെ അക്കൗണ്ടിലേക്ക് 14 ലക്ഷം രൂപയും 5 മാസത്തിനിടെ കാവ്യയുടെ അക്കൗണ്ടിലേക്ക് 9 ലക്ഷം രൂപയും കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരു താൽക്കാലിക അധ്യാപികയുടെ വരുമാനത്തിന് താങ്ങാവുന്നതിലും എത്രയോ ഇരട്ടി തുകയാണിതെന്ന് സംഭവത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്നു. ലഹരിമരുന്ന് വിൽപ്പനയിലൂടെ സമാഹരിച്ച തുകയാണിതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ലഹരിമരുന്ന് നേരിട്ടാണോ അതോ മറ്റ് ഇടനിലക്കാർ വഴിയാണോ ഉപഭോക്താക്കളിലേക്ക് എത്തിച്ചിരിക്കുന്നതെന്ന് പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ്. ഇതിനിടെ ഇവർ മൂവരും ഇടയ്ക്കിടെ ബംഗളൂരുവിലേക്ക് ദുരൂഹ സാഹചര്യത്തിൽ യാത്രകൾ നടത്തിയതായും കണ്ടെത്തിയിട്ടുണ്ട്. ഈ യാത്രകൾ ലഹരിമരുന്ന് വാങ്ങുന്നതിനും കടത്തുന്നതിനും വേണ്ടിയായിരുന്നുവെന്ന സംശയത്തിൽ അന്വേഷണം കർണാടകയിലേക്കും വ്യാപിപ്പിക്കാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ലഹരി കേസിൽ അധ്യാപികമാർ തുടർച്ചയായി പിടിയിലായതോടെ വിദ്യാഭ്യാസ വകുപ്പും കടുത്ത നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. സമഗ്ര ശിക്ഷ അഭിയാനിൽ നിന്നും അടിയന്തര വിവരങ്ങൾ നേടിയ വകുപ്പ് ആഭ്യന്തര അന്വേഷണ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. പ്രതികളായ അധ്യാപികമാർക്കെതിരെ മുൻപ് പരാതികൾ ഉയർന്നിട്ടും നടപടി ഉണ്ടാകാത്തത് എന്തുകൊണ്ടെന്ന കാര്യം സമഗ്ര ശിക്ഷാ അഭിയാൻ ജില്ലാ ഓഫീസ് പ്രത്യേകമായി പരിശോധിക്കുന്നുണ്ട്. ഇതിന്റെ ആദ്യപടിയായി പേരാമ്പ്ര BRC കോർഡിനേറ്ററെ ചുമതലകളിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ട് സർക്കാർ ഉത്തരവിറക്കി. ഇതിനു പുറമെ കോഴിക്കോട് ജില്ലയിലെ 15 BRCകൾക്ക് കീഴിൽ ജോലി ചെയ്യുന്ന മുഴുവൻ താൽക്കാലിക അധ്യാപകരുടെയും പശ്ചാത്തലം വിശദമായി പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കുറ്റകൃത്യങ്ങളിലോ ലഹരി സംഘങ്ങളിലോ പങ്കാളിത്തമുണ്ടെന്ന് കണ്ടെത്തുന്നവരെ ഉടനടി ജോലിയിൽ നിന്നും പുറത്താക്കാനാണ് ഭരണകൂടത്തിന്റെ തീരുമാനം. കേസിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ ഉദ്യോഗസ്ഥരും അധ്യാപകരും പോലീസിന്റെയും വിദ്യാഭ്യാസ വകുപ്പിന്റെയും നടപടി നേരിടേണ്ടി വരുമെന്നാണ് അന്വേഷണ സംഘം നൽകുന്ന സൂചന.